ഇതാണ് Samsung Galaxy S22 Plus ന്റെ പാക്കേജിംഗ്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. Type C to Type C ചാർജിംഗ് കേബിൾ, ഡോക്യുമെന്റേഷൻ ആൻഡ് ഫൈനലി സിം ഇജക്ടർ പിൻ. സോ ഇതാണ് Samsung Galaxy S22 Plus. നമ്മുടെ കയ്യിലുള്ള വേരിയന്റ് ആണ് ബ്ലാക്ക്. ഈ ഫോൺ വൈറ്റ് ആൻഡ് ഗ്രീൻ വേരിയന്റിലും വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത പ്രീമിയമാണ്. അത് കയ്യിലെടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ആ ഒരു ബിൽഡ് ഉണ്ടല്ലോ, ആ ബിൽഡും ഒരു ഫീൽ ഉണ്ട്, ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ഞാനൊരു പ്രീമിയം ഫോണാണ് എന്ന് ഇങ്ങനെ അലറി പറയുന്ന ഒരു ഫോണാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല ഫീലാണ് കിട്ടുന്നത്. കയ്യിലെടുക്കുമ്പോൾ തന്നെ ആ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ബാക്കി വേറെ ഏതൊക്കെ പ്രീമിയം ഫീച്ചേഴ്സാണ് വരുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറ ഒക്കെ, അതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. 195 ഗ്രാമാണ് ഈ ഫോണിൻ്റെ വെയിറ്റ്. 7.6 mm ആണ് തിക്നെസ്. അപ്പോൾ തീർച്ചയായിട്ടും അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. നല്ല തിൻ ഫോണാണ്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷനാണ് ബാക്കിൽ വരുന്നത്. ഒരു മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, IP68 റേറ്റിംഗ് വരുന്നുണ്ട്. ഇതിലുള്ള ഫ്രെയിം ആർമേർഡ് അലൂമിനിയം ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല കട്ടിയുള്ള ഫ്രെയിമാണ്. ഫ്ലാറ്റ് ഫ്രെയിം ആണ് എന്ന് തോന്നുമെങ്കിലും കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് അല്ല, ചെറിയൊരു കർവ് വരുന്നുണ്ട്. സോ ഈ ഫ്രെയിം ആണെങ്കിലും ഗ്ലാസിൻ്റെ ബാക്ക് ആണെങ്കിലും ഒരു കംപ്ലീറ്റ് പ്രീമിയം ഫീൽ തരുന്നുണ്ട്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡൈനാമിക് ആമോലെഡ് 2x ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഡിസ്പ്ലേയിലും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. 1750 നിറ്റ്സിൻ്റെ ആണ് പീക്ക് ബ്രൈറ്റ്നസ്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. നമ്മൾ ഔട്ട്ഡോർ പോയിട്ട് നല്ല വെയിലാണെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. അത്യാവശ്യം നല്ല കോൺട്രാസ്റ്റും ഷാർപ്നെസ്സും ക്ലാരിറ്റിയും ഒക്കെ കിട്ടുന്നുണ്ട്. വളരെ നല്ല ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ബ്രൈറ്റ് ആണ്, നല്ല വൈബ്രൻ്റ് ആണ്, കോൺട്രാസ്റ്റ് ബ്ലാക്ക് ലെവൽസ് ഒക്കെ വരുന്നുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് ആമോലെഡ് ഡിസ്പ്ലേസ് ആയിരിക്കും തീർച്ചയായിട്ടും. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് അഡാപ്റ്റീവ് ആയതുകൊണ്ട് പവർ കൺസംഷനും കുറവായിരിക്കും. ആമസോൺ പ്രൈം വീഡിയോ, നെറ്റ്ഫ്ലിക്സ് പോലുള്ള OTT പ്ലാറ്റ്ഫോംസിൽ 1080p ഫുൾ HD കണ്ടന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും വരുന്നുണ്ട്. പ്രീമിയം സ്മാർട്ട് ഫോൺസിൽ വരുന്ന ഒരു സ്റ്റീരിയോ സ്പീക്കർ പെർഫോമൻസ് ഉണ്ടല്ലോ, അത് അവിടെ കിട്ടുന്നുണ്ട്. ഞാൻ ചെറിയൊരു സാമ്പിൾ കേൾപ്പിച്ചു തരാം. വളരെ നല്ല സ്പീക്കർ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഈ ഫോണിൽ 50 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ ആണ് പ്രൈമറി സെൻസർ. 10 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ വരുന്നുണ്ട് വിത്ത് 3x ഓപ്റ്റിക്കൽ സൂം. ബൈ ദ വേ, പ്രൈമറി ക്യാമറ ആണെങ്കിലും ടെലിഫോട്ടോ ആണെങ്കിലും രണ്ടും OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ ഫീച്ചറുമായിട്ടാണ് പ്രൈമറി ക്യാമറ ആൻഡ് ടെലിഫോട്ടോ ക്യാമറ വരുന്നത്. തേർഡ് ക്യാമറയാണ് 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്. 8K at 24 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. സോ നിങ്ങൾക്ക് 8K വീഡിയോസ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഫോൺ വെച്ച് എടുക്കാൻ പറ്റും. അതിൻ്റെ താഴെ 4K at 60 FPS 30 FPS ഒക്കെ വരുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോ സെറ്റിംഗ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10 മെഗാ പിക്സലിൻ്റേതാണ് സെൽഫി ക്യാമറ. മാക്സിമം 4K at 60 FPS എടുക്കാൻ പറ്റും വിത്ത് സെൽഫി ക്യാമറ ഓൾസോ. സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് സീരീസ് ഫോണാണ്. സോ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് നല്ലതാണ് എന്ന് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അൺബോക്സ് ചെയ്തതിൽ ദി ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് തന്നൊരു ഫോണാണ് തീർച്ചയായിട്ടും. അതായത് കൺസിസ്റ്റൻറ്റ് ക്യാമറ പെർഫോമൻസ് ആണ്. ഏത് എൻവയറമെൻ്റ് ആണെങ്കിലും, ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഡേ ലൈറ്റ് ഫോട്ടോസ് ആണെങ്കിലും, ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിലാണെങ്കിലും, ഔട്ട്ഡോർ, ഇൻഡോർ, ലോ ലൈറ്റ്, നൈറ്റ്, ഏത് സിറ്റുവേഷൻ ആണെങ്കിലും വളരെ നല്ല ക്യാമറ പെർഫോമൻസ് ആണ് തരുന്നത്. ഫോട്ടോ ആൻഡ് വീഡിയോ, സ്പെഷ്യലി സ്കിൻ ടോൺ, വളരെ നല്ല ഐ പ്ലീസിങ് സ്കിൻ ടോൺ ആണ് വരുന്നത്. വീഡിയോ ക്വാളിറ്റിയും ടോപ്പ് ക്ലാസ് ആണ്. സ്പെഷ്യലി 4K 30 FPS ആണെങ്കിൽ അതിൽ OISൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. സോ നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. 8K 24 FPS എനിക്ക് അത്രയ്ക്കും ഒരു ഭയങ്കര ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നുന്നില്ല. എന്താണെന്ന് അറിയില്ല, ഒരു ഓവർ ഷാർപ്പണിങ് അല്ലെങ്കിൽ ഭയങ്കര പ്രോസസ്സിംഗ് ഉള്ള ഒരു ഫീൽ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ 4K 60 FPS 30 FPS വളരെ നല്ല വീഡിയോസ് ആണ് വരുന്നത്. നല്ല ഡൈനാമിക് റേഞ്ച്, കളേഴ്സൊക്കെ നല്ല ഐ പ്ലീസിങ് ആണ്. അൾട്രാ വൈഡ് ഫോട്ടോസിൽ നല്ല കളേഴ്സ് ഉണ്ട്, നല്ല ഷാർപ്നെസ് ഉണ്ട്, അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള അൾട്രാ വൈഡ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. 3x ഓപ്റ്റിക്കൽ സൂം വരുന്നുണ്ട്. സോ ഇതാണ് നോർമൽ ഫോട്ടോ, ഇതാണ് 3x, ഇതാണ് നോർമൽ 3x, 1x ആൻഡ് 3x. സെൽഫി ക്യാമറ പെർഫോമൻസും ഈക്വലി ഗുഡാണ്. ഓക്കെ, നല്ല സ്കിൻ ടോൺ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഉണ്ടെങ്കിലും ഫേസ് ഒക്കെ നല്ല ക്ലിയർ ആണ്. ഇനി ഫോർഗ്രൗണ്ട് ലൈറ്റ് ഉണ്ടെങ്കിലും, അതായത് നമ്മുടെ മുന്നിൽ നല്ല വെളിച്ചം ഉണ്ടെങ്കിലും ലൈറ്റൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. ഞാൻ സെൽഫി ഫോട്ടോ ആൻഡ് സെൽഫി വീഡിയോ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, S22 Plus 2 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. 8GB 128GB ആൻഡ് 8GB 256GB. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ സ്റ്റാർട്ടിങ് 8 ആണെങ്കിലും സെക്കൻഡ് വേരിയൻറ്റിൽ 12GB കൊടുക്കേണ്ടതായിരുന്നു. ഓക്കെ, പക്ഷേ രണ്ടിലും 8GB ആണ്. ഇറ്റ്സ് ഓക്കെ, 8GB ഈസ് മോർ ദാൻ ഇനഫ്. പക്ഷേ നമ്മൾ അത്രയും പൈസ കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, LPDDR5 ആൻഡ് UFS 3.1 ആണ് റാം ആൻഡ് സ്റ്റോറേജ് ടൈപ്പ്. സോ തീർച്ചയായിട്ടും ഫ്ലാഗ്ഷിപ്പ് ലെവൽ റാം സ്റ്റോറേജ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു എക്സ്റ്റൻഡഡ് റാം ഉണ്ടല്ലോ,
റാം പ്ലസ് എന്നാണ് സാംസങ് വിളിക്കുന്നത്. അത് അപ് ടു 8GB കിട്ടുന്നുണ്ട്. ഡുവൽ നാനോ സിം സ്ലോട്ടാണ് വരുന്നത്, അതായത് മൈക്രോ SD കാർഡിന് വേണ്ടിയുള്ള സ്ലോട്ട് കൊടുത്തിട്ടില്ല. ഫൈനലി ക്വാൾകോം സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ഉള്ള S സീരീസ്, അതായത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ S സീരീസ് ഫോൺ വന്നു. ഐ എം റിയലി ഹാപ്പി. S22 ആണെങ്കിലും 22 പ്ലസ് ആണെങ്കിലും 22 അൾട്ര ആണെങ്കിലും മൂന്നിലും ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 Gen 1 ചിപ്സെറ്റ് ആണ് വരുന്നത്. 4 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്, 3 GHz ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡ്. 16 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ 5G കണക്ടിവിറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഒരു വിഷയവും ഫേസ് ചെയ്യാൻ പോകുന്നില്ല. മോർ ദാൻ 8 lakhിൻ്റെ AnTuTu സ്കോറും കിട്ടുന്നുണ്ട്. ഞാൻ BGMI കളിച്ച് നോക്കിയിരുന്നു, നല്ല പെർഫോമൻസ് ആണ്. ഓബ്വിയസ്ലി 8 Gen 1 ആണ് ചിപ്സെറ്റ്. ഓക്കെ, സാംസങ്ങിൻ്റെ ഫോൺ ആണെങ്കിലും അത്യാവശ്യം നല്ല ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, BGMIയിൽ മിക്ക എല്ലാ സെറ്റിംഗ്സിലും നമുക്ക് എക്സ്ട്രീം കളിക്കാൻ പറ്റും. 60 FPS കിട്ടുന്നുണ്ട്. സ്മൂത്ത് ആണെങ്കിലും ബാലൻസ്ഡ് ആണെങ്കിലും ഈവൻ ടിൽ HDR എക്സ്ട്രീം 60 FPS വരെ നമുക്ക് കളിക്കാൻ പറ്റും. ഞാനൊരു ഗെയിം പ്ലേ സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ സ്മൂത്ത് ആൻഡ് എക്സ്ട്രീമിലാണ് കളിച്ചത്. നല്ലൊരു ഫ്ലോ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫ്രെയിം ഡ്രോപ്പ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. നല്ലൊരു പെർഫോമൻസ് ആണ്. പിന്നെ ആവശ്യത്തിനധികം ഹീറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. ചെറിയ രീതിയിൽ വാം ആവുന്നുണ്ട്, ദാറ്റ്സ് ഫോർ ഷുവർ. പക്ഷേ അങ്ങനെ വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആണ് കിട്ടിയത്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 12 വരുന്നുണ്ട്. സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് One UI 4.1 വരുന്നുണ്ട്. സാംസങ് ഈ S22 സീരീസിൻ്റെ കൂടെ 4 ഇയേഴ്സിൻ്റെ OS അപ്ഡേറ്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം 12 ആണ് വരുന്നത്, 13, 14, 15, 16 വരെ കിട്ടും. പിന്നെ സാംസങ്ങിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇപ്പം പക്കയാണ്. നല്ല രീതിയിൽ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. സ്പെഷ്യലി പ്രീമിയം ലെവൽ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലൊക്കെ നല്ല ഫാസ്റ്റ് അപ്ഡേറ്റ്സ് ആണ് വരുന്നത്. ഫുൾ ഫ്ലെജ്ഡ് കംപ്ലീറ്റ് കെർണൽ ലെവൽ നോക്ക് സെക്യൂരിറ്റി വരുന്നുണ്ട്. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിൽ NFC-ൻ്റെ ഫീച്ചർ വരുന്നതുകൊണ്ട് സാംസങ് പേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സെക്യൂർ ഫോൾഡർഡ് ഓപ്ഷൻ വരുന്നുണ്ട്. സാംസങ് ഡെക്സ് ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വയർഡ് ആൻഡ് വയർലെസ്. ഡെക്സ് എന്ന് പറയുമ്പോൾ ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഏറ്റവും പവർഫുൾ ആൻഡ്രോയിഡ് ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് സോ ഒരു സംശയം വേണ്ട, നല്ല UI എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. 120 Hz ഒക്കെ വളരെ ഈസിലി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, നോ ഇഷ്യൂസ്. സോ ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഗ്ലിച്ച് കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ കിട്ടിയില്ല. നല്ലൊരു സൂപ്പർ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഈ ഫോണിൽ കിട്ടുന്നത്. 4500 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ പാക്കറ്റിൽ ചാർജർ വരുന്നില്ല, അത് പ്രത്യേകം മേടിക്കേണ്ടി വരും. 25 വാട്ടിൻ്റെ ചാർജ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഞാനത് വെച്ചാണ് ചാർജ് ചെയ്ത്. അത്യാവശ്യം നല്ല സ്പീഡൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൾട്രാസോണിക് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഇൻ ഡിസ്പ്ലേ ഓപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സെക്യൂർ ആണ്. ഓക്കെ, സോ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫേസ് അൺലോക്കും സ്മൂത്ത്ലി വർക്ക് ചെയ്യുന്നുണ്ട്. ഡെഡിക്കേറ്റഡ് വൈബ്രേഷൻ മോട്ടർ ഉള്ളതുകൊണ്ട് പ്രീമിയം ലെവൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഡ്യുവൽ 4G ഡ്യുവൽ 5Gൻ്റെ ഫീച്ചർ ഉണ്ട്. ആൻഡ്രോയിഡ് ഫോൺസിൽ കിട്ടാവുന്ന എല്ലാ സെൻസേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഈവൻ ബാരോമീറ്റർ സെൻസർ ഇവർ കൊടുത്തിട്ടുണ്ട്. സോ സെൻസേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോ ഇഷ്യൂസ്. ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓബ്വിയസ്ലി. ആൻഡ് ഫൈനലി SAR വാല്യൂ ഇസ് അണ്ടർ ലിമിറ്റ്. സാംസങ് ഗാലക്സി S22 പ്ലസിൻ്റെ 8GB 128GB വേരിയൻറ്റിൻ്റെ പ്രൈസ് ആണ് 84,999 രൂപ. 8GB 256 രൂപയുടെ പ്രൈസാണ് 88,999 രൂപ. സാംസങ്ങിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. സോ തീർച്ചയായിട്ടും ആ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രീമിയം എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഓവറോൾ ബിൽഡ് ആണെങ്കിലും ഹാൻഡ്ലിംഗ് ആണെങ്കിലും ഡിസ്പ്ലേ ക്യാമറ ബാറ്ററി എല്ലാ പോയിന്റ് ഓഫ് വ്യൂ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഈവൻ UI ആ ഒരു 4 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റിൻ്റെ സംഭവം വരുന്നുണ്ട്. സോ ഓവറോൾ നല്ലൊരു പാക്കേജ് ആണ്. ആഫ്റ്റർ 8 അല്ലെങ്കിൽ 10 ഡേയ്സ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ഷെയർ ചെയ്യാം. അത് കണ്ടിട്ട് ഒരു ഡിസിഷൻ എടുക്കാം. ഓക്കെ, സോ വെയിറ്റ് ഫോർ ദ റിവ്യൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.